പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അനുനയിപ്പിക്കാനുള്ള CPIM നേതൃത്വത്തിന്റെ നീക്കങ്ങളോട് മുഖം തിരിച്ച് മുതിർന്ന നേതാവ് ജി സുധാകരൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിൽ വിളിച്ചു. എങ്കിലും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ജി സുധാകരൻ അറിയിച്ചു. ജി സുധാകരനെ ചേർത്ത് നിർത്തിയുള്ള പ്രതികരണങ്ങളാണ് പാർട്ടി നേതാക്കൾ ഇന്ന് നടത്തിയത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ പേരെടുത്ത് വിമർശനമുണ്ടെങ്കിലും തനിക്കെതിരെ ജി സുധാകരൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ജില്ലാ സെക്രട്ടറി R നാസറിന്റെ വിചിത്രവാദവും എത്തി. അശ്വിൻ പാലാഴിയാണ് ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, നമ്മൾ ഇന്ന് കണ്ടതാണ് അദ്ദേഹത്തിന്റെ ജി സുധാകരന്റെ ഫേസ്ബുക്കിലെ കുറിപ്പ് കാണുന്നു. അദ്ദേഹം 6 പതിറ്റാണ്ടിലേറെയുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. നമുക്കറിയാം അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാം. പക്ഷെ തന്നെ പരിഹസിക്കുന്ന രീതിയിൽ ഉള്ള ഒരു നടപടി അത് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള അദ്ദേഹത്തിന്റെ ആരോപണം. അതിന് പിന്നാലെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടിട്ടാണ് താൻ ചിരിച്ചത് എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലൊക്കെ നടന്നെങ്കിലും എന്തായാലും പാർട്ടി നേതാക്കളെല്ലാം അദ്ദേഹത്തെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലേ? ഇതുവരെയും ഒരു അനുനയത്തിനും ജി സുധാകരൻ വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്മിത, ഇന്നലെ രാവിലെയാണ് അപ്രതീക്ഷിതമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ബോംബ് പോലെ ജി സുധാകരൻ തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. അതിനോടൊപ്പം ചേർത്തിരുന്നത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിലെ 4 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ്. അതിൽ ജി സുധാകരനെ പരിഹസിക്കുന്നതും ഒപ്പം ചിരിക്കുന്നതുമൊക്കെയുള്ള ഒരു വീഡിയോയാണ്. എന്തായാലും സംഭവം വലിയ വിവാദമായതിന് പിന്നാലെ, പാർട്ടിയാകെ പ്രതിസന്ധിയിലായതിന് പിന്നാലെ ഇന്നലെ MV ഗോവിന്ദൻ ഇന്നലെ രാത്രി തന്നെ 24 മണിക്കൂർ പിന്നിട്ട് മുമ്പേ തന്നെ ജി സുധാകരനെ നേരിൽ ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ പറഞ്ഞത് തന്നെ പരിഹസിച്ചതല്ല, ഈ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള ചോദ്യം കേട്ട് ചിരിച്ചതാണ് എന്നുള്ള ഒരു വാദമാണ്, എന്നുള്ളൊരു വിശദീകരണമാണ് ജി സുധാകരനോട് പാർട്ടി സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. വിശദീകരണം എന്ന് പറയുന്നത് സംഭവം എന്താണെന്ന് വിശദീകരിച്ചതാണ്. എന്നാൽ അതിനോടും അദ്ദേഹം വഴങ്ങാൻ, ആ അനുനയത്തിനും വഴങ്ങാൻ ജി സുധാകരൻ തയ്യാറായിട്ടില്ല. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കണമെന്ന് കൂടി പാർട്ടി സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു. അതിനോടും അനുകൂല നിലപാടല്ല ജി സുധാകരൻ സ്വീകരിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിന് പിന്നാലെ വരുന്ന CPM നേതാക്കളുടെ പ്രതികരണങ്ങളും ബൈറ്റുകളുമെല്ലാം അത് ജി സുധാകരനെ പിണക്കാതെയുള്ള കരുതലോടുകൂടിയുള്ള പ്രതികരണങ്ങളാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത് പാർട്ടിയുടെ കരുത്താണ് ജി സുധാകരൻ എന്നാണ്. ഒപ്പം ജില്ലാ സെക്രട്ടറി R നാസറിന്റെ അതിരൂക്ഷ വിമർശനം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്നെ വിമർശിച്ചിട്ടില്ല എന്നാണ്. ഒപ്പം അദ്ദേഹം പാർട്ടിയോട് ചേർന്ന് നിൽക്കും എന്നൊക്കെ ഉള്ള ആത്മവിശ്വാസവും R നാസറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. സലാം MLA യും സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്. അതേസമയം മറുചേരിയിൽ കോൺഗ്രസ് ഇതൊരു ആയുധമാക്കി എടുക്കുകയാണ്. ജി സുധാകരനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ചർച്ചകളൊക്കെ സജീവമായി നിൽക്കെ KIC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ അത് തള്ളാതെയുള്ള പ്രതികരണമാണ് നടത്തുന്നത്. തീരുമാനമെടുക്കേണ്ടത് ജി സുധാകരനാണ്. അങ്ങനെ എടുത്താൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഞങ്ങൾ നടത്തും എന്നുള്ളതാണ് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷത്തിന് ഇത് നിലവിൽ UDF തെരഞ്ഞെടുപ്പ് കാലത്ത് ജി സുധാകരനെ പോലെ 63 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള, പ്രവർത്തന ചരിത്രമുള്ളൊരു നേതാവിനെ CPIM അവഗണിക്കുന്നുവെന്ന് അദ്ദേഹം തന്നെ വന്ന് പറയുമ്പോൾ അത് മുതലെടുക്കാനുള്ള ഒരു അവസരമായി കൂടി കാണുകയാണ്. എന്തായാലും നിലവിൽ ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെ ജി സുധാകരൻ തയ്യാറായിട്ടില്ല. അതെന്നുണ്ടാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.